എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ചോനും കാസയും സംസാരിക്കുന്നതാണ്. കാസ ഇപ്പൊ എല്ലാവരുടെ മുന്നിൽ വെച്ച് ചോന്റെ കുഞ്ഞിന്റെ അച്ഛൻ ചായുത്താണെന്ന് ആ ഒരു കാര്യം അറിഞ്ഞതിനു ശേഷം ചായുത്തും ചോനും കല്യാണം കഴിക്കാൻ പോവുകയാണെന്ന ഒരു വെളിപ്പെടുത്തൽ അവിടെ നടന്നപ്പോ അവൻ റിന്നിനെ കല്യാണം കഴിക്കാൻ തയ്യാറാണെന്ന് സമ്മതിച്ചിരുന്നല്ലോ. അതിനുശേഷം അവരിപ്പോ സംസാരിക്കുമ്പോൾ കാസ അപ്പോഴും തനിക്ക് റിന്നിനോടല്ല താല്പര്യം, ചോനിനോട് തന്നെയാണ്. പക്ഷെ ചോൻ തന്റെ കൂടെ വരാതെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് താൻ ഇങ്ങനെ പറഞ്ഞതാണ്. അവൾ ആ തീരുമാനം മാറ്റുകയാണെങ്കിൽ താനും തീർച്ചയായും ഇപ്പൊ ഈ പറഞ്ഞതൊന്നും കാര്യമാക്കില്ല എന്നൊക്കെ പറയുന്ന ടീം എനിക്ക് ഒരു കുഴപ്പമില്ല, ഇത് തന്നെയാണ് നടക്കേണ്ടത് െന്നെല്ലാം അവൾ പറയുന്നുണ്ടായിരുന്നു. ഇവരങ്ങനെ മനസ്സോടെ പരസ്പരം വിട്ടുകൊടുക്കാൻ തീരുമാനിച്ച് സംസാരിക്കുന്ന ആ ഒരു കാര്യം അങ്ങോട്ടേക്ക് കണ്ടുകൊണ്ടെത്തുന്ന കാസയുടെ അമ്മയെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്. ഓൾറെഡി കാസ ചോന്റെ പുറകിനാണെന്ന് അമ്മയ്ക്ക് അറിയാമായിരുന്നല്ലോ. ഇപ്പോ റിന്നിനെ കല്യാണം കഴിക്കാൻ ഒരു അവസരം കിട്ടിയപ്പോ അമ്മ വളരെ ഹാപ്പിയാണ്. അതുകൊണ്ട് തന്നെ അധികം നേരം അവനവിടെ സംസാരിക്കാൻ നിർത്താതെ അമ്മ വേഗം വിളിച്ചുകൊണ്ട് പോകുന്നു. കാസയുടെ മുന്നിൽ വെച്ച് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും സത്യത്തിൽ ചോന് ഭയങ്കര സങ്കടമാണ്. അവൾക്ക് ഒരിക്കലും ചായുത്തിനെ വിവാഹം ചെയ്യണമെന്ന് തീരെ താല്പര്യമില്ല. പക്ഷെ എന്ത് ചെയ്യാനാണ്, കാര്യങ്ങൾ എങ്ങനെയൊക്കെ ആവുന്നു. അപ്പോഴേക്കും അടുത്ത ദിവസം കമ്പനിയിൽ ഒരു പ്രസ് മീറ്റ് നടക്കുന്നുണ്ട്. ചായുത്തിന്റെ റിന്നിന്റെയും മാരേജ് കോൾ ഓഫ് ചെയ്തു എന്ന ഒരു കാര്യം മീറ്റിംഗിൽ അറിയിക്കുമ്പോഴേക്കും എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എന്ന ഒരു ചോദ്യം സ്വാഭാവികമായും മീഡിയക്കാരുടെ മുന്നിൽ അവർക്ക് മറുപടി പറയേണ്ടി വരുന്നുണ്ട്. ആ ഒരു ടീം ഞങ്ങൾ തമ്മിൽ ഒത്തുപോകാത്തതുകൊണ്ടാണ് പിരിയാൻ തീരുമാനിച്ചതെന്ന് ചായത്ത് പറയുമ്പോൾ അപ്പോൾ പുതിയ ആരെങ്കിലും ലൈഫിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ എന്ന ഒരു ചോദ്യത്തിന് അങ്ങോട്ടേക്ക് മീഡിയക്കാരുടെ മുന്നിൽ ചോനിനെ തള്ളി വിട്ടുകൊണ്ട് അവിടേക്ക് മെയ് എത്തിയിട്ടുണ്ടായിരുന്നു. അവളൊരു സീൻ അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. ആക്ച്വലി ചായത്തിന്റെയും ചോന്റെയും കാര്യം ഇപ്പൊ മീഡിയക്കാരുടെ മുമ്പിൽ പറയേണ്ടെന്ന രീതിക്കായിരുന്നു തീരുമാനിച്ചിരുന്നത്. പക്ഷെ മെയ് അങ്ങനെ മനഃപൂർവ്വം ആ കാര്യം മനസ്സിലാക്കി തന്നെ ചോനെ മീഡിയക്കാരുടെ മുന്നിൽ തള്ളിവിടുമ്പോ തുടർന്ന് അവിടെ നിന്ന് അത് കണ്ടുകൊണ്ട് നിന്ന കാസയാണ് മേയെ പെട്ടെന്ന് ഒരു സീൻ ഉണ്ടാക്കാതെ വിളിച്ചു മാറ്റി കൊണ്ടുപോകുന്നത്. ഇത് കാസ ചെയ്യുന്നത് ഒട്ടും തന്നെ ചായുത്തിനോ കണ്ടോണ്ട് നിന്ന് റിന്നിനോ ഇഷ്ടപ്പെടുന്നില്ല. എന്തായാലും കാസ അങ്ങനെ ചോനെ വിളിച്ചു മാറ്റിക്കൊണ്ടുപോയി അവളോട് ഇപ്പോഴും നമുക്ക് സമയം കൈവിട്ടു പോയിട്ടില്ല, നീ എന്റേതാണ്, ഞാൻ നിന്നെയാണ് സ്നേഹിക്കുന്നതെന്നും പറഞ്ഞ് അവളെ സ്വന്തമാക്കാനുള്ള അവന്റെ താല്പര്യം അവൻ അറിയിക്കുന്ന ആ ഒരു ടീം അവൾ അപ്പോഴും എല്ലാവരുടെയും മുന്നിൽ വെച്ചിരുന്നല്ലേ റിന്നിനെ കല്യാണം കഴിക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് അവനോട് ചോദിക്കുന്നുണ്ട്. അവന്റെ സാഹചര്യം കാരണം അപ്പൊ അങ്ങനെ പറഞ്ഞു പോയതാണ്. അതും അവൾ ചായത്തിന്റെ കുഞ്ഞിന്റെ അമ്മയെ ആ വീട്ടിൽ താമസിക്കാൻ പോകുന്നു എന്ന കാര്യത്തിന്റെ പുറത്ത് അവൻ അങ്ങനെ പറഞ്ഞു പോയതാണ്. ഇപ്പൊ അവൻ കാര്യങ്ങൾ അവൾക്ക് വ്യക്തമാക്കി കൊടുക്കാനായി ഇപ്പോഴും അവന്റെ മനസ്സിൽ അവളാണുള്ളത് എന്ന കാര്യം മനസ്സിലാക്കാനായി അവൾ അവിടെ വെച്ച് കിസ് ചെയ്യുമ്പോഴേക്കും ഇതൊക്കെ ആരോ അവിടെ മാറി നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് മേയെ വിട്ട് ഇങ്ങനെ ഒരു സീൻ ഉണ്ടാക്കിയതും ഇപ്പൊ ഈ ഫോട്ടോഗ്രാഫറിനെ വിട്ട് ഈ ഫോട്ടോ എടുപ്പിക്കുന്നത് മറ്റാരുമല്ല ഇവരുടെ ഒക്കെ കുടുംബം കലക്കാനായി ഇവരൊക്കെ എങ്ങനെയെങ്കിലും കുടുംബത്തിൽ നിന്ന് പുറത്താക്കി സ്വത്തെല്ലാം അടിച്ചു മാറ്റാനായുള്ള ഇവരുടെ സഹോദരനായ ഫോണിന്റെ പടി തന്നെയാണ്. എന്തായാലും കാസ ചോറിനപ്പൊ കിസ് ചെയ്തത് അയാൾ ഫോട്ടോ എടുത്തു. ചോറിന് ആ കിസ് വളരെ അപ്രതീക്ഷിതമായിരുന്നു. എന്തായാലും അത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് എത്തുന്ന റിന്നിന് വട്ടിളകുന്നുണ്ട്. അവൾ ചോറിനെ തള്ളി മാറ്റി എന്ത് നിന്റെ ഉദ്ദേശം, ചായത്തിനെ തട്ടിയെടുത്തു, കാസയും വിട്ടു തരില്ല, എന്താ നിനക്ക് വേണ്ടെന്നും പറഞ്ഞ് അവളെ കാരണക്കുറ്റി അടിച്ചു പൊട്ടിക്കുന്നുണ്ട്. അത് കണ്ടുകൊണ്ട് അങ്ങോട്ട് ഇരുന്ന ചായത്ത് എന്തിനാ എന്റെ ചോറിനെ നീ അടിക്കുന്നതെന്നും പറഞ്ഞ് റിന്നിനോട് ഷൗട്ട് ചെയ്യുമ്പോഴേക്കും അവൾ എന്റെ കാസയെ സ്വന്തമാക്കാൻ നോക്കുന്നത് നീ കാണുന്നില്ല എന്നെല്ലാം റിൻ തിരിച്ചു ചോദിക്കുമ്പോൾ ആര്, ഇവളോ, അവനല്ലേ ഇവളെ വലിച്ചുകൊണ്ട് പോയെന്നെല്ലാം പറഞ്ഞ് ചായത്ത് അങ്ങനെ അവിടെ ബഹളം വെക്കുന്നുണ്ട്. അങ്ങനെ ഇവര് ബഹളം വെക്കുന്നത് അടിപിടി നടത്തുന്നതൊക്കെ തന്നെ ആ ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുക്കുന്നത് ചായത്ത് ശ്രദ്ധിക്കുകയും വേഗം തന്നെ അയാളുടെ പിറകെ പിടിക്കാനായി പോവുകയും ചെയ്യുന്നു. അങ്ങനെ പിന്നീട് കാസയെ ചായത്തിന്റെ അമ്മ ഭയങ്കരമായി കളിയാക്കുന്നു, മോശമായ ഒരുന്ന് സംസാരിക്കുന്നു ഒക്കെയുണ്ട്. കാസയ്ക്ക് ചോനെ ഇഷ്ടമായിരുന്നെന്ന് അവർക്ക് അറിയാലോ. പക്ഷെ ആ ചോനെ ഇപ്പോ ചായത്ത് കല്യാണം കഴിക്കാൻ പോവല്ലേ. ആക്ച്വലി അവർക്ക് ചോറിനോട് താല്പര്യമില്ല, പക്ഷെ കുഞ്ഞ് ചായത്തിന്റേതാണെന്ന ഒരു രീതിക്കാണ് ഈ കല്യാണത്തിന് സമ്മതിച്ചിരിക്കുന്നത്. അവർ അതിന്റെ കലിപ്പൊക്കെ കാസയെ കാണുമ്പോൾ ഓരോന്ന് പറഞ്ഞു തീർക്കുന്നുണ്ട്. കാസ ആ ഒരു ടെൻഷനിൽ ഇരിക്കുമ്പോഴാണ് ആ കൂട്ടത്തിൽ ചോറിനെ നഷ്ടപ്പെടുന്ന ആ ഒരു സങ്കടം അവനുണ്ട്. അപ്പോഴേക്കും ചോറിന്റെ കുഞ്ഞ് കാസയുടെ അടുത്തേക്ക് എത്തി സ്കൂളിൽ നടക്കുന്ന പ്രോഗ്രാമില് തന്റെ കൂടെ വരണേന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ അവൻ ആ കൊച്ചിനോട് നീ ചായത്തിനെ പോയി വിളിക്കാനൊക്കെ പറഞ്ഞ് ഭയങ്കരമായി ദേഷ്യപ്പെടുന്നു. ആക്ച്വലി കാസയാണല്ലോ ഇതിന് മുന്നേ കുഞ്ഞിന്റെ കൂടെ പ്രോഗ്രാമിനൊക്കെ പോയിട്ടുള്ളത്. അതുകൊണ്ട് കുഞ്ഞ് ആ ഒരു രീതിക്കാണ് ചെന്ന് വിളിച്ചത്. പക്ഷെ കാസ എടുത്തടിച്ചിങ്ങനെ പറഞ്ഞത് ഈ കുടുംബത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും കുഞ്ഞിന് അറിയില്ലല്ലോ. അവന് ഭയങ്കര സങ്കടാവുന്നുണ്ട്. അവനങ്ങനെ ഭയങ്കരമായി സങ്കടപ്പെട്ട് കരയുന്നത് പിന്നീട് ചോൻ കാണുകയും കാര്യം തിരക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ കാസ പറഞ്ഞെന്ന് കേൾക്കുമ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടം. ഈ കുഞ്ഞിനോട് എന്തിനാ അവൻ ഇങ്ങനെ പറയുന്നത്, കുഞ്ഞിന് അവൻ എന്ത് കാര്യ, എന്നിട്ട് എന്തിനാ അവൻ ഇങ്ങനെ പറഞ്ഞെന്നുള്ള ദേഷ്യത്തില് അവനോട് രണ്ടെണ്ണം പറയാനിരിക്കും. അവൻ ഇവിടെ ഇല്ല, ജോലിക്ക് പോയെന്ന് അറിയുന്നു. ഓഫീസിൽ ചെല്ലുമ്പോൾ അവൻ ഏതോ കൺസ്ട്രക്ഷൻ സൈറ്റിൽ വർക്ക് റിലേറ്റഡ് ആയി പോയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്ന അവൾ നേരെ അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോഴേക്കും കോണിന്റെ നിർദ്ദേശപ്രകാരം ചോനിനെ കൊല്ലാനായി ആളുകൾ അവളെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. അവൾ എത്തിയിരിക്കുന്നത് കാസുള്ള സ്ഥലത്താണെന്ന് അവർ കോണിനെ അറിയിക്കുമ്പോഴേക്കും രണ്ടുപേരെയും ഒറ്റയടിക്ക് തീർക്കാൻ കിട്ടിയ അവസരം, ഇത് വേസ്റ്റ് ആക്കരുത്, രണ്ടുപേരെ അങ്ങ് തട്ടിക്കളഞ്ഞേക്കുന്നില്ല. കോൺ പറഞ്ഞത് പ്രകാരം അവരാകട്ടെ അതിനുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു. ഇതൊന്നും അറിയാതെ കാസ അവിടെ വെച്ച് കാണുന്ന ചോൻ എന്തിനാ കുഞ്ഞിനെ അങ്ങനെ സങ്കടപ്പെടുത്തിയെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ എനിക്ക് കുഞ്ഞിനോട് ഒരു ദേഷ്യമില്ല, പക്ഷെ ഞാൻ അപ്പൊ കുറച്ച് ടെൻഷനിലിരുന്നതാ, ആ സമയത്ത് പെട്ടെന്ന് അറിയാതെ അങ്ങനെ പറഞ്ഞു പോയതാ, വേറൊന്നും ഇല്ലാന്നെല്ലാം അവൻ പറയുന്നുണ്ട്. കൂടാതെ അവളോട് നീ എന്നെ കാണാനായിട്ട് വന്നതാണോ, എങ്കിൽ കുറച്ചു നേരം എന്റെ ഇവിടെ മിണ്ടിയും പറഞ്ഞു ഇരുന്നിട്ട് പോയാൽ മതി എന്നൊക്കെ അവള് ചുമ്മാ കളിയാക്കി സംസാരിക്കുന്നുണ്ടായിരുന്നു. അവളാകട്ടെ ദേഷ്യത്തിൽ പോകാനായി ഡോറ് തുറക്കാനായി നോക്കുമ്പോഴേക്കും ഡോർ ആരോ പുറത്തുനിന്ന് ലോക്കിട്ടിരിക്കുകയാണ്. വർക്കേഴ്സ് ആരെങ്കിലും അറിയാതെ ലോക്കിട്ടതായിരിക്കും എന്നാണ് ഇവരിവിടെ കരുതുന്നത്. പക്ഷെ അതായിരുന്നില്ല. കോണിന്റെ നിർദ്ദേശപ്രകാരം അങ്ങോട്ടേക്ക് വന്നവർ ഇവരെ ലോക്കിട്ടതാണ് ഇതിനകത്തിട്ട് കൊല്ലാനായി. എന്തായാലും ഇവരിവിടെ പെട്ടുപോകുന്ന ഇതേ ടീം തന്നെ തന്റെ ലൈഫിൽ ഇപ്പൊ നടക്കുന്ന പ്രശ്നം
പ്രശ്നങ്ങൾ കാരണം ആകെ സങ്കടത്തിലായിട്ടുണ്ടായിരുന്ന റിൻ ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റായി പോകുന്നതും അവളെ ഒരാൾ ആ ഒരു അവസരം ഉപയോഗിച്ച് മിസ്ബിഹേവ് ചെയ്യാനായി നോക്കുന്നതും കാണുന്ന ചായ്ത്ത് അവളെ ഹെൽപ്പ് ചെയ്യാനായി പോകുന്നുണ്ട്. അവളാകട്ടെ ആ ഒരു ഹോട്ടലിൽ ഒരു റൂം എടുത്ത് അവിടെ കഴിയാനായിട്ടുള്ള പുറപ്പാടായിരുന്നു. അവൻ അത് മനസ്സിലാക്കി അവൾ ഇങ്ങനെ ഇപ്പൊ വെളിയിൽ കറങ്ങി നടന്ന ശരിയാവില്ല എന്നറിയാവുന്നതുകൊണ്ട് അവൾ ആ റൂമിലേക്ക് കൊണ്ടാക്കാനായി പോകുമ്പോൾ അവൾ ഒന്നാമത് ഇവൻ തന്നെ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഫാമിലി എന്നുള്ള പ്രഷറും ആളുകളുടെ മുന്നിൽ ഉറപ്പിച്ച കല്യാണം ഇപ്പൊ നഷ്ടമാകുമ്പോൾ കിട്ടുന്ന ഒരു നാണക്കേടും കാര്യങ്ങളും ഒക്കെ കാരണം അവനോട് തൊട്ടുപോലെ തന്നെ നിനക്ക് എന്നെ വേണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായി ഷൗട്ട് ചെയ്ത് അവനെ അപമാനിക്കുന്ന കണക്ക് സംസാരിക്കുന്നുണ്ട്. അതായത് കുഞ്ഞ് അവന്റേതാണെന്ന ഒറ്റ പേരിലല്ലേ അവനിപ്പോ ചോനെ കല്യാണം കഴിക്കാനായി തയ്യാറായത്, അല്ലാതെ അവൾക്കോ അവനോ പരസ്പരമുള്ള ഇഷ്ടം കൊണ്ടൊന്നും അല്ലല്ലോ. ഇത്രയും നാള് നമ്മൾ തമ്മിൽ ഉണ്ടായിരുന്ന റിലേഷന്റെ വാല്യൂ പോലും നിങ്ങൾക്കിടയിലുള്ള റിലേഷൻ ഇല്ല എന്നൊക്കെ പറഞ്ഞ് അവൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒപ്പം തന്നെ അവനെ കൊച്ചാക്കിയും കാസയെ പുകഴ്ത്തിയും കൂടി അവൾ പറയുന്നത് കേൾക്കുന്നവന് ഭയങ്കര ദേഷ്യം വന്ന് അവൻ അവിടെ അവളെ ബലമായി കിസ് ചെയ്യുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ചോന്റെ പിറകെ നടന്ന് കാസ ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കുന്ന കലിപ്പിനും കൂടിയാണ് ചായ്ത്ത് ഇപ്പോ ഇങ്ങനൊരു കാര്യം ഇവിടെ ചെയ്യുന്നത്. ആക്ച്വലി മുന്നേ പറഞ്ഞ കണക്ക് തന്നെ കുഞ്ഞെന്ന ഒരു കാര്യം കൊണ്ടാണ് ഇപ്പൊ കംപ്ലീറ്റ് ആയി ചോൻ തന്റെ ലൈഫിലേക്ക് വരട്ടെ എന്ന് ചായ്ത്ത് തീരുമാനിച്ചത്. അവന്റെ ഉള്ളിൽ ഫാമിലി പറഞ്ഞിട്ടാണ് റിന്നുമായിട്ടുള്ള മാരേജ് പ്രപ്പോസൽ നടന്നതെങ്കിലും റിന്നിനോട് എവിടേക്കും ഒരു താല്പര്യം ഒളിഞ്ഞു കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അവളിപ്പോ കാസയെ പറ്റി അവന്റെ മുന്നിൽ നിന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ കാസയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടാണ് താൻ ഈ ഹോട്ടൽ റൂം എടുത്തതെന്നും കൂടി അവൾ അവനെ എരിപിരി കയറ്റാനായി പറയുന്നത് കേൾക്കുമ്പോൾ അവൻ ബലമായി തന്നെ അവളെ കിസ് ചെയ്യും. അന്ന് അവരവിടെ ഒന്നിച്ച് ടൈം സ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്ന ഇതേ ടീം ആ റൂമിൽ ലോക്കായി പെട്ടുപോയിട്ടുണ്ടായിരുന്ന കാസയും ചോനെയും കൊല്ലാനായി അവരാകട്ടെ റൂമിന്റെ വെളിയിൽ തീയിടുകയാണ്. അങ്ങനെ ആ ഒരു പുക ഇവർ ലോക്കായി കിടക്കുന്ന റൂമിലേക്ക് ആ ഡോറിന്റെ വിടവിലൂടെ വന്ന് കയറുമ്പോൾ അകത്ത് ആകെപ്പാടെ ശ്വാസം മുട്ടി കാസയും ചോനും പെടയാനായി തുടങ്ങുന്നു. എന്തെങ്കിലും സാരമായി എന്തെങ്കിലും പറ്റുമുന്നേ ഇവരെ പണിക്കാർ കാണുകയും രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങനെ ഹോസ്പിറ്റലിലായി കഴിഞ്ഞാണ് പിന്നീട് ഈ കാര്യം വീട്ടുകാർ പോലും അറിയുന്നത്. എന്തായാലും പിന്നീട് ഡിസ്ചാർജ് ആയി വീട്ടിലെത്തുന്നുണ്ട്. കാസ അവന്റെ ജോലി സ്ഥലത്ത് ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ പെട്ടു എന്ന രീതിക്കാണ് വീട്ടിൽ ആദ്യം അറിയുന്നത്. പക്ഷെ കാസയുടെ കൂടെ ആ സംഭവം നടക്കുമ്പോൾ ചോനും ഉണ്ടായിരുന്നു എന്നത് തോൺ അവന്റെ അമ്മയെ എരിപിരി കയറ്റി വിടുന്നുണ്ട്. തുടർന്ന് അതിന്റെ പേരിൽ അമ്മ ഷൗട്ട് ചെയ്യുമ്പോഴേക്കും അത് കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് ചായ്ത്ത് എത്തുന്നു. റിന്നു ഉണ്ട്. ചായ്ത്ത് ചോനെ രക്ഷപ്പെടുത്താനായി ഞാൻ ഇന്നലെ വീട്ടിലില്ലായിരുന്നല്ലോ, ഇവളും വീട്ടിലില്ലായിരുന്നു, ഞങ്ങൾ ഒന്നിച്ചായിരുന്നു, അല്ലാതെ ഇവൾ കാസയുടെ കൂടെ ഒന്നും അല്ലായിരുന്നു എന്ന് ചോനെ എല്ലാവരുടെ മുന്നിൽ രക്ഷപ്പെടുത്താനായി ഒരു കള്ളം പറയുമ്പോൾ അത് കേൾക്കുന്ന റിന്നിന് കലി അടക്കാൻ വയ്യ. കാരണം റിന്നിന് അറിയാലോ തന്റെ കൂടെ ആയിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളില് ചായ്ത്തുണ്ടായിരുന്നത്, അല്ലാതെ ഇവര് പറയുന്ന കണക്ക് ചോന്റെ കൂടെ അല്ലാന്ന്. ചോൻ കാസയുടെ കൂടെ ആയിരുന്നു. എന്നിട്ട് അവളെ രക്ഷപ്പെടുത്താനായി ചായ്ത്ത് എന്തിനാ ഇങ്ങനെ ഇത്രയും കള്ളം പറയുന്നതെന്ന് ദേഷ്യത്തിൽ റിന്നാകട്ടെ എല്ലാം സഹിച്ചു പിടിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ എന്തായാലും ആ ദേഷ്യത്തിന് ചോനെ ഒറ്റയ്ക്ക് കിട്ടുന്ന റിൻ, നിനക്ക് എന്താ വേണ്ടത്, നീ എന്തിനാ രണ്ടുപേരെ ഇങ്ങനെ നിന്നിലേക്ക് തന്നെ അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തിനാ എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നതെന്നും പറഞ്ഞ് അവളെ അറ്റാക്ക് ചെയ്യാനായി ഒരുങ്ങുന്നുണ്ട്. പക്ഷെ അവൾ ഉപദ്രവിക്കാനായി ഓങ്ങി ആ ഒരു കത്തി ചോൻ പിടിച്ചു വാങ്ങി ഞാൻ പറയുന്നൊന്ന് കേൾക്കുന്നു പറഞ്ഞ് റിന്നിനോട് സംസാരിക്കാനായി നോക്കുമ്പോൾ അങ്ങോട്ടേക്ക് കാസ എത്തുന്ന ടീം റിൻ കത്തി ആ ടീം ചോന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ചോൻ ഏതാണ്ട് അവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ച കണക്ക് കാസയുടെ മുന്നിൽ തകർത്ത് അഭിനയിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ചോനിന് ഇടയ്ക്കിടയ്ക്ക് ഒരു തലകറക്കം പോലെ വരുന്നുണ്ട്. അവൾ ഈ കാര്യം ഫ്രണ്ടിനോട് പറയുമ്പോൾ അന്ന് ആ ദ്വീപില് അവളും കാസ ഒന്നിച്ചുണ്ടായിരുന്നല്ലോ, അപ്പൊ ആ ഒരു ഇന്റിമസിയുടെ പുറത്ത് എന്തെങ്കിലും സംഭവിച്ചതാകാം എന്ന് കരുതി ഒരു കിറ്റൊക്കെ വാങ്ങി ഓഫീസിന്റെ വാഷ്റൂമിൽ തന്നെ ടെസ്റ്റ് ചെയ്യാനായി പോകുന്നുണ്ട്. ആക്ച്വലി റിസൾട്ട് നെഗറ്റീവ് ആണെങ്കിലും ഇവർ കിറ്റ് വാങ്ങി ടെസ്റ്റ് ചെയ്തു എന്ന കാര്യമൊക്കെ അറിയുന്ന കാസയ്ക്ക് അതിന്റെ റിസൾട്ട് എന്താണെന്ന് അറിയില്ല. പക്ഷെ അവൻ അറിയാറുന്നല്ലോ ഇവർ ഒന്നിച്ചുണ്ടായിരുന്നു എന്നത്. അതുകൊണ്ട് തന്നെ അത് തന്റെ കുഞ്ഞാകാമെന്ന രീതിക്ക് അവൻ നിർബന്ധിച്ച് ചോരനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ചെക്കപ്പിന് പോകുന്നുണ്ട്. അപ്പോഴേക്കും റിന്നിനാകെ വയ്യാണ്ട് വരുമ്പോ റിന്നിനെ അന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് ചായ്ത്താണ്. കൂടെ ആ ടീം കുഞ്ഞും ഉണ്ടായിരുന്നു. അങ്ങനെ ഇവർ ഹോസ്പിറ്റലിൽ ഉള്ളപ്പോ ടെസ്റ്റ് ചെയ്യാനായി സാമ്പിൾ എല്ലാം കൊടുത്ത് അവിടെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ടീം കാസ റിന്നിനെ കാണുന്നുണ്ട്. ചോരനത് കണ്ടപാടെ വേണ്ട അവളുടെ അടുത്തേക്കൊന്നും പോകണ്ട, അവൾ ഓൾറെഡി ഭയങ്കര സങ്കടത്തിലാണ്, അതുകൊണ്ട് ഇപ്പൊ നമ്മൾ ഒന്നിച്ചിവിടെ ഉള്ളത് കണ്ട ആകെ പ്രശ്നമാവുന്നൊക്കെ കാസയോട് പറയുന്നുണ്ട്. ആക്ച്വലി ഇതേ ഹോസ്പിറ്റലാണ് DNA ടെസ്റ്റിന് വേണ്ടിയുള്ള സാമ്പിൾ കൊടുത്തിരുന്നത് കുഞ്ഞിന്റെ അച്ഛൻ ചായുത്താണോ എന്ന് അറിയാനായി. ആക്ച്വലി ചായുത്തല്ല കുഞ്ഞിന്റെ അച്ഛൻ, കുഞ്ഞ് കാസിയുടേതാണെന്ന് ആ ഒരു ടെസ്റ്റ് റിസൾട്ട് യഥാർത്ഥ കോപ്പി അന്ന് റിസൾട്ട് മാറ്റാനായി എത്തിയിട്ടുണ്ടായിരുന്ന റിന്നിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവൾ അന്ന് മുതൽ ഈ ഒരു കാര്യം ഉള്ളിൽ രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ്. കാസി അവൾക്ക് കിട്ടാൻ വേണ്ടിയാണ് ചായുത്തിന്റേതാണ് ഈ കുഞ്ഞെന്ന രീതിക്ക് അവൾ റിസൾട്ട് എന്ന് മാറ്റി കൊടുത്തത്. ഇപ്പോ കാര്യങ്ങൾ എന്തായാലും ഇങ്ങനെ മുന്നോട്ട് പോവാണ്. കുഞ്ഞ് ചായുത്തിന്റേതാണെന്ന് അറിഞ്ഞിട്ടും കാസ ചോന്റെ പുറകിന് തന്നെയാണ് എന്ന ആ ഒരു കാര്യം കൊണ്ട് ഇതിങ്ങനെ മുന്നോട്ട് പോയാൽ ശരിയാവില്ല എന്ന കാര്യം മനസ്സിൽ ഉറപ്പിച്ച് റിന്നകട്ടെ കച്ചയെ പോയി കാണുന്നുണ്ട്. കച്ചയോട് ഈ കാര്യങ്ങളെ പറ്റി സംസാരിക്കുമ്പോൾ അന്ന് ആ പബ്ബിൽ നടന്ന കാര്യങ്ങളും ഒക്കെ കൂടി കച്ചയും പറയുന്നു. അങ്ങനെ ഇപ്പോ റിന്നിന് റിസൾട്ടില് ഒരു തെറ്റും വന്നതല്ല, റിസൾട്ട് പ്രകാരം കാസയുടെ കുഞ്ഞാണ്, അത് മാത്രമല്ല നടന്ന സംഭവങ്ങളും അതാണ് സാധൂകരിക്കുന്നത് എന്ന കാര്യം റിൻ ഉറപ്പിക്കുന്നു. എന്തായാലും പക്ഷെ റിൻ ആ കാര്യങ്ങൾ ആരോടും പറയാൻ നിൽക്കുന്നില്ല. ഇതേ ടീം DNA ടെസ്റ്റിന്റെ കാര്യം റിൻ കച്ചയോട് തുറന്നു പറയാത്തത് കൊണ്ട് തന്നെ കച്ച അവന്റെ ഉള്ളിൽ ഒരു ഡൗട്ടായി മാത്രമേ ഇപ്പൊ അതിനെ കാണുന്നുള്ളൂ. അപ്പോഴേക്കും കോണാകട്ടെ ലഹരി മരുന്നൊക്കെ ഉപയോഗിക്കുന്ന ഒരാളായിരുന്നു. അവൻ ആ മരുന്നും കാര്യങ്ങളും ഒക്കെ വീടിന്റെ അടുത്ത് തന്നെ
കുഞ്ഞിനെ രഹസ്യമായി ഒളിപ്പിച്ചു വെക്കുന്നുണ്ട്. അതെന്താണെന്നും അറിയാനുള്ള പ്രായം ചോന്റെ കുഞ്ഞിനില്ലെങ്കിലും ആ കുഞ്ഞ് ഈ കാഴ്ച കാണുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ആരോ നിൽക്കുന്നത് കണക്ക് തോന്നി കോണാകട്ടെ തിരിഞ്ഞൊക്കെ നോക്കുന്നുണ്ടെങ്കിലും കുഞ്ഞ് അയാളുടെ കണ്ണിപ്പെടാതെ ഒളിച്ചു നിൽക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു ടൈം മറിഞ്ഞു വീണ് അവന്റെ ബോധം പോകുന്നു. പിന്നീട് അവൻ അബോധാവസ്ഥയിൽ കണ്ടെത്തി ചോൻ വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന ടൈം പരിശോധിക്കുന്ന ഡോക്ടർ കുഞ്ഞിന് മാരകമായ ഒരു ആരോഗ്യ പ്രശ്നമുള്ള കാര്യം ഡയഗ്നോസ് ചെയ്യുന്നുണ്ട്. ചോന് കുഞ്ഞിനെ മാസം തികയാതെയായിരുന്നു പ്രസവിച്ചിരുന്നത്. അതുകൊണ്ട് അന്നോട്ട് പല ആരോഗ്യ പ്രശ്നങ്ങളും കുഞ്ഞിനുണ്ടായിരുന്നു. ഇപ്പോ കുഞ്ഞിന് അർജന്റായ ഒരു ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് നടത്തിയേ സാധിക്കുമെന്നും അതിനായി കുഞ്ഞിന്റെ അച്ഛൻ തന്നെ ഡോണർ ആകണമെന്നും ആ സർജറിയുടെ ചെലവും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ഡോക്ടർ ഇപ്പോ ചോനിനോട് പറയുന്നത്. ഇത് കേൾക്കുന്ന ചോൻ ആകെ പട സങ്കടത്തിലാവുന്നുണ്ട് കുഞ്ഞിന്റെ ഈ ഒരു അവസ്ഥ ഓർത്ത്. അപ്പോഴേക്കും കുഞ്ഞിനെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ കാര്യം അറിഞ്ഞ് അങ്ങോട്ടേക്ക് എത്തുന്ന ചായത്ത് ഈ കാര്യങ്ങൾ കേൾക്കുകയും എന്റെ കുഞ്ഞിന് ഞാൻ ഡോണർ ആവാൻ തയ്യാറാണെന്നും പറഞ്ഞ് ചോനിനെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും കുഞ്ഞിന്റെ കാര്യത്തില് ചായത്ത് വീണ്ടും വീണ്ടും ഇങ്ങനെ അടുക്കുന്നത് സത്യത്തിൽ കാസയോട് സ്നേഹമുള്ള ചോനിനെ സംബന്ധിച്ച് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. പക്ഷെ കുഞ്ഞിന്റെ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ കുഞ്ഞിന്റെ അച്ഛൻ എന്ന രീതിക്ക് ചായത്ത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് അവൻ ലൈഫിലുള്ളത്, എത്രത്തോളം ഒരു ബ്ലെസ്സിംഗ് ആണ് എന്ന കണക്ക് ഒരു തോന്നലും ചോനിനുണ്ട്. അതുകൊണ്ട് കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നൊരവസ്ഥയിലാണ് കുഞ്ഞെന്ന ഒരൊറ്റ കാരണം കൊണ്ട് ചായത്തിന്റെയും കാസയുടെയും ഇടയിൽ ഇപ്പോൾ ചോൻ പെട്ടിരിക്കുന്നത്. ചായത്തിന്റേതല്ല കുഞ്ഞ് എന്നത് തിരിച്ചറിയാനായി ഇനി അധികം സമയം ബാക്കിയില്ല. ശേഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇനി ഒരു 2 എപ്പിസോഡോട് കൂടി ഈ കഥ അവസാനിക്കുന്നതായിരിക്കും. അതിനുശേഷം ഏത് ഡ്രാമ എന്ന പോളും കാര്യങ്ങളും നമ്മുടെ വാട്സ്ആപ്പ് ചാനലിലായിരിക്കും അപ്ലോഡ് ചെയ്യുക. വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം, കമന്റ് ബോക്സിലും പിൻ ചെയ്തേക്കാം. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരെ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കാണും വരെ ബൈ.